ഒരു പരിധിക്കപ്പുറം എന്നെ നിയന്ത്രിക്കാൻ എന്നെ കൊണ്ട് പോലും പറ്റിയെന്ന് വരില്ല. അറിയാലോ നിനക്ക്. എവിടെയെങ്കിലും നീ എന്റെ കൈ നാണ്ടി മേടിക്കാതെ നോക്ക്. ഇതെന്റെ ഒരു അപേക്ഷയാ. അതുകൊണ്ട് നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. അനഘേ, നിനക്ക് സമാധാനമായല്ലോ? നമ്മൾ വന്നത് സന്തോഷത്തോടെ കുറച്ചു ദിവസം ഒരുമിച്ച് യാത്ര ചെയ്യാന്ന് കരുതിയിട്ടാ. അതിന്റെ ഇടയിൽ എന്തിനാ വെറുതെ വഴക്കും ബഹളമൊക്കെ? സന്തോഷത്തോടെയുള്ള യാത്ര ഞാൻ കാണിച്ചു തരാ ഇല്ലാത്തിനെ. ഒന്ന് പോടി അവിടുന്ന്. എന്റെ സ്നേഹേ, എത്ര കിട്ടിയാലും പഠിക്കാത്ത വല്ലാത്തൊരു ജന്മം തന്നെ. അതിലിവിടെ വന്ന് നിൽക്കുമായിരുന്നോ? നിങ്ങൾ എവിടെയൊക്കെ നോക്കിയെന്നറിയോ? എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ട്രിപ്പ് വന്നിട്ട് ഓരോരുത്തർ ഓരോ മുറിയിൽ കഥകം പൂട്ടിയിരിക്കുക. എങ്കിൽ പിന്നെ എല്ലാരും വീട്ടിൽ തന്നെ ഇരുന്നാ പോരായിരുന്നോ? ഈ രാത്രി പിന്നെ വേറെന്ത് ചെയ്യാനാ? ബെസ്റ്റ്. രാത്രി എന്തൊക്കെ ചെയ്യാം? ക്യാമ്പ് ഫയർ, അന്താക്ഷരി കളിക്കാം, അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് അറിയോ? നമുക്ക് മൂന്നേർക്കും കൂടി അന്താക്ഷരി കളിച്ചാലോ? ആദ്യത്തെ അക്ഷരം ഞാൻ പറയാം. ല. എന്തോന്ന്? ല. വളഞ്ഞതിന്റെ ല. എങ്കിലേ വളഞ്ഞതിന്റെ ലാ വെച്ചിട്ട് നീ ഒരു പാട്ട് പാടിക്കേ. എന്നെ പിടിച്ചോ. എനിക്കറിയാം. മതി നിന്റെ ഒരു ലാ. ഇന്ന് ശരിയാവില്ല. കാര്യം വലിയ പുതുമേള കളിയൊന്നുമല്ല, ഇച്ചിരി കുട്ടിക്കളിയാ. ഗെയിം പറയട്ടെ? നമുക്കേ സാറ്റ് കളിച്ചാലോ? സാറ്റോ എന്നുവെച്ചാ? സാറ്റ് എന്ന് പറഞ്ഞ ഹൈഡ് ആൻഡ് സീക്ക്. എങ്കിൽ നമുക്ക് മൂന്നുപേർക്കും കൂടി കളിക്കാം. ഞാൻ ആദ്യം എണ്ണ. നമുക്ക് മൂന്നുപേർക്കും അല്ല, നമ്മളോടൊപ്പം വന്ന എല്ലാവരെയും റൂമിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവരണം. ഏട്ടന്മാരെയും ഏട്ടത്തിമാരെയും എല്ലാം. എല്ലാവരും ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. എന്ത് പറയുന്നു? അതെ, എല്ലാവരെയും വിളിക്കണം. ഒരാളെ പോലും വിടരുത്. ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ സ്നേഹം പറഞ്ഞ പോലെ എന്തിനാ ഇവിടേക്ക് വന്നത്? വീട്ടിലെങ്ങാനും ഇരുന്നാ പോരെ? പിന്നെ അല്ലാതെ. ഒരു കാര്യം ചെയ്യും, ആദ്യം ചെന്ന് സച്ചിയേട്ടനെയും അർച്ചനെടുത്തേയും വിളിക്കും. ഞാൻ പോയി സന്ദീപേട്ടനെയും മീരെടുത്തേയും വിളിക്കാം. ആവണി അപ്പോഴത്തേക്കും അനക്കയും അവന്തികേട്ടത്തെയും പോയി വിളിക്കണം. ഓക്കെ? ഡബിൾ ഓക്കെ. എല്ലാരും ഇത് എവിടെ പോയി? ചേച്ചി വാ വാ. എല്ലാരും എത്തിയോ? എല്ലാരും എത്തിയോ? അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ. ഫസ്റ്റ് തന്നെ ഞാൻ കൗണ്ട് ചെയ്യാം. 1 2 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10. അടിച്ചാലും അടിച്ചില്ലെങ്കിൽ സാറ്റ്. വീഴരുത്. എനിക്ക് ആദ്യം ഞാൻ അനഘേന്റെ കണ്ടുപിടിച്ച് അപ്പൊ ഞാൻ അനഘേന്റെ എണ്ണണം. ഇങ്ങോട്ട് വന്നേ. നിങ്ങൾ അങ്ങോട്ട് മാറി നിക്ക്. അനഘേന്റെ ചെന്നേ. ഇത് നോക്ക്, കള്ളക്കളി കളിക്കരുത്. 10 വരെ മര്യാദയ്ക്ക് എണ്ണണം. ടിക് ടിക് 1 ടിക് ടിക് 2 ടിക് ടിക് 3 ടിക് ടിക് 4 ടിക് ടിക് 5 ടിക് ടിക് 6 ടിക് ടിക് 7 ടിക് ടിക് 8 ടിക് ടിക് 9 ടിക് ടിക് 10
ഞാൻ പറഞ്ഞിട്ടുള്ളതാ നിന്റെ തമാശ എന്റെ അനിയനോട് വേണ്ടാന്ന്. അവനെ മയക്കെടുത്തിട്ടിനി. എടി, ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊരു കാര്യം പറയാം. ഇന്നല്ലെങ്കിൽ നാളെ സന്ധ്യ മനക്കെ കെട്ടും. നീ വഴിയാധാര ആവുകയും ചെയ്യും. അതുകൊണ്ട് നീ നിന്നെ തന്നെ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇനി അന്നത്തെ പോലെ അവൻ കിടന്ന് തല്ലുള്ളൂ. നിനക്ക് എന്താ വേണ്ടേ? പൈസ നീ ചോദിക്ക്, ഞാൻ തരാം. എന്താന്ന് വെച്ചാ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി സന്തോഷമായിട്ട് ജീവിക്ക്. അങ്ങനൊരു ജീവിതം ആരാ ആഗ്രഹിക്കാത്തത്? നിന്റെ ആഗ്രഹം അത് തന്നെയാണെന്ന് എനിക്കറിയാം. അതിന് ഇവൻ തന്നെ വേണമെന്നില്ലല്ലോ. ഇവനേക്കാ നല്ലവന്മാരുണ്ട് ഈ നാട്ടില്. അതുകൊണ്ട് ഇവനെ അങ്ങ് വിട്ടുകള. അതല്ല, പറയുന്നതനുസരിക്കാതെ ധിക്കാരം കാണിച്ച് സന്ദീപിന്റെ പുറകെ ഇനിയും നടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ആതിര എന്ന് പേരിട്ടിരിക്കുന്ന ഈ ശരീരത്തിൽ ജീവൻ ഉണ്ടാവില്ല. അറിയാലോ അനക്കയ്ക്ക് സന്ദീപിനെ കൊടുക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന്. ഇനിയൊരു പറച്ചിലുണ്ടാവില്ല. നീ അടക്കമുള്ള നിന്റെ വീട്ടുകാരെ മുഴുവൻ ചുട്ട് കളയും ഞാൻ. അല്ലെങ്കിലേ നീ ഒരു എണ്ണം കെട്ടവളാ. നീ കാരണം ആ പാവങ്ങളെ കൂടെ കൊല്ലരുത്. സന്ദീപിനൊപ്പം ഇനി നിന്നെ കണ്ട അവന്റെ കാര്യം പോക്ക. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഹലോ, ആരാണെന്ന് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ശരിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ തന്നെയാ ഞാനിപ്പം വിളിച്ചത്. എന്റെ പേര് അബ്ദുൽ ഖാദർ. ഒരു പാവൻ ഡോക്ടറാ. ഇപ്പം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പം വിളിച്ചതേ മറ്റൊരു കാര്യം പറയാനാ. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എവിടെയൊക്കെ പോകുന്നു എന്നൊക്കെ അറിയാനേ. മാഡം 3 പേരെ ചുമതലപ്പെടുത്തി എന്റെ പുറകെ അയച്ചിരുന്നില്ലേ? അവരിപ്പോ എന്നോടൊപ്പം ഉണ്ട്. അവന്മാർക്ക് ഫോൺ കൊടുക്കണമെന്നുണ്ട്. പക്ഷേ കൈ അനക്കാൻ വലിയ പാടായിരിക്കും. ഏകദേശം 2 കൈയും കാലും ഒക്കെ ഞാൻ തല്ലി ഓടിച്ചിട്ടുണ്ട്. അവന്തിക മാഡം ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞാൻ ജീവനോടെ ഉണ്ടാവരുതെന്ന് ഇവന്മാരോട് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു എന്ന് ഇവന്മാര് പറഞ്ഞു. അങ്ങനെ ഒരാളെ കൊല്ലാൻ ആളെ വിടുമ്പോ ഇച്ചിരി കൂടി മിടുക്കന്മാരെ വേണ്ടേ വിടാൻ. നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. ഞാൻ കൊണ്ടുവരുന്നുണ്ട് അവരെക്കാളും മിടുക്കന്മാരെ. എന്റെ ദേഹത്ത് കൈവച്ച നീ അധികകാലം ജീവിക്കില്ല. ജീവിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹമില്ല. പിന്നെ എന്നെ കൊന്നു കഴിയുമ്പോ ആ സേവിയറിന്റെ കല്ലറയെ തന്നെ കുഴിച്ചിടുകയും വേണം. അല്ല, അവിടെയാണല്ലോ മാനേജർ വിജയം കൊന്നിട്ടിരിക്കുന്നത്. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ഡെഡ് ബോഡി മറവ് ചെയ്തിരിക്കണം. ആ സേവിയറിന്റെ ശവക്കല്ലറയില്ലേ, അതൊന്ന് രാത്രി ഒന്ന് ഇളക്കി മാറ്റി വിജയെ സേവിയറിന്റെ കൂടെ കിടത്തി കല്ലറ മൂടിയേക്ക. എന്റെ ആദ്യത്തെ ഇടിയിൽ തന്നെ ഇവന്മാര് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവന്മാരെ കൊണ്ട് നീ ചെയ്യിച്ച ഓരോ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തന്നു. ഞാനിപ്പോ നെല്ലിശ്ശേരിയിലേക്ക് നേരെ പോവാ. അവിടെ ചെന്ന് സേതുങ്ങളോട് എല്ലാം പറയും. ഇത് നീ അർച്ചനയെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ബ്ലോക്ക് ചെയ്ത പോലെ അല്ല. ഞാനിപ്പോ ഈ രാത്രി തന്നെ അവിടെ പോകും. എല്ലാ അങ്കിളിനെ ധരിപ്പിക്കുകയും ചെയ്യും.
ആ സന്ധ്യ. എത്ര നേരായിക്ക നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, മരുന്നില്ലേ? ആ കുറച്ച് വേറെ ജോലിയിലായി പോയി. ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാ ഞാൻ വേഗം അങ്ങ് വന്നേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്ത് ഡിന്നറിന് പോവാം. താൻ റെഡിയായിട്ട് നിൽക്കുക. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഒരിടത്തും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്ന ദിവസം. പ്രശ്നോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. താൻ വെയിറ്റ് ചെയ്യ. ആ ശരി ശരി, വേഗം വന്നാ മതി. ഹലോ, പിന്നെ ഒരു കാര്യം. ആ ഹലോ ഇക്ക. സന്ധ്യ, പിന്നെ ആ കഥവൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്നോണേ. ഞാനല്ലാതെ വേറെ ആര് വന്നാലും തുറക്കണ്ട. ഇക്ക സത്യം പറയേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോടോ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. താൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. വേഗം പറഞ്ഞേക്ക. ആ ഞാൻ ദേ എത്തി. ആരാ എന്നെ വിളിച്ചു വരുത്തിയത്? ഈ മീനെടുത്തിയാ? ആരാ? അയ്യോ നീരച്ചി, എന്നെ മനസ്സിലായില്ലേ? ഞാൻ ചാന്ദിനിയാ, സുമതി അമ്മായിയുടെ മോള് ചാന്ദിനി. സംശയിക്കണ്ട മീരച്ചി, ഞാൻ ചാന്ദിനി തന്നെയാ. എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട്. ഞാൻ മരിച്ചു കിടന്നപ്പോ ചേച്ചി നിലവിളിച്ച് കരഞ്ഞത് എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. സത്യാണോ ഈ പറയുന്നേ? എന്റെ ചാന്ദിനി മോളാണോ ഇത്? ആത്മാക്കള് കള്ളം പറയില്ല ചേച്ചി, തല പോയാലും സത്യം മാത്രമേ പറയൂ. മോളെ, നീ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അമ്മായിയോട് സംസാരിക്കണം. അമ്മായിക്ക് വലിയ ആശ്വാസമാവും. ഞാൻ ശ്രമിക്കാം. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. ഇതിലൊന്നും എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. ഇവക്കും ഏയ്, ഞാനത് വെറുതെ പറഞ്ഞതാ. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ചാന്ദിനി, ഒരു കാര്യം പറയാൻ മറന്നു. വാ, കിഴക്കി. അയ്യോ എന്നെ വിട്, എന്നെ വിട്. ഇടി, ഇങ്ങോട്ട് വാ. ഇതാ എന്റെ മോള് ആവണി. ഹലോ. ഹലോ. അയ്യോ, നിങ്ങൾ ആരും ഇനി പേടിക്കണ്ട. ചാന്ദിനി എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. പാവാ, ആരെയും അവള് ഉപദ്രവിക്കില്ല. അല്ല മോളെ, നീ എങ്ങനെയാ മരിച്ചത്? നിനക്കാരെ ഇഷ്ടായിരുന്നോ? അമ്മായി അത് എതിർത്തെന്നോ? ആ ദേഷ്യത്തില് നീ തൂങ്ങി മരിച്ചെന്നോ? അങ്ങനെ എന്തോ ആണല്ലോ പറഞ്ഞത്. അത് ശരിയാണോ മോളെ? ഞാൻ പ്രേതമാണ്, അല്ലാതെ നിങ്ങളുടെ കളിപ്പാവയല്ല. കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ചാന്ദിനി, ചാന്ദിനി പറഞ്ഞത് അങ്ങ് മനസ്സിലായില്ല. അതാ പൂജ ബോർഡ് വഴി എന്നെ വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിങ്ങളെ ആരെങ്കിലും കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ, അയ്യോ മോൾ പേടിക്കണ്ട, ഒന്നുമില്ല.
എന്ന് വെച്ചാ നിങ്ങളുടെ ആരുടെങ്കിലും ജീവൻ വേണമെന്ന്. ഒന്നുമില്ല. വിളിച്ചു വരുത്തിട്ട് ചോര കുടിക്ക് തന്നില്ലെങ്കിൽ ചാന്ദ്രയുടെ തനി സ്വഭാവം നിങ്ങൾ അറിയും. മോളെ അയ്യോ, നീ തമാശ പറയുന്നല്ലേ? അല്ല, നീ ഞാൻ വീണ കഥ കേട്ട് ചിരിച്ചല്ലേ? ഓടി, ചിരിക്കോ നീ? അറിയാതെ ചിരിച്ചതാ, ഇനി ഞാൻ ചിരിക്കൂല. നീ വാ, നീ എന്നോടൊപ്പം വാ. നിന്റെ ചോര മതി എനിക്ക്. ദൂഷിച്ച ചോര എനിക്കിഷ്ടം. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ. ഇവർ നിങ്ങളുടെ സ്വന്തം ചോരയല്ലേ? അവരൊക്കെ നിൽക്കുമ്പോ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നേ? അവരെ കൊണ്ടുപോയിക്കൂടെ? സ്വന്തം ചോര എനിക്കിഷ്ടമല്ല. മോളെ ഓടി, നിന്നെ ഞാൻ കൊല്ലും. ഓടി അങ്ങോട്ട്. അനക്കേ, അയ്യോ അനക്കേ, മോളെ അനക്കേ, മോളെ അനക്കേ, എടി അനക്കേ. അനക്കേ, ഞാനാ മോളെ. മോളെ ചാന്ദിനിയോ? അതാരാ? എനിക്കറിയാം, ഫ്ലവറിലുള്ള ചാന്ദിനിയല്ലേ നീ? ആ മീരയും അവളുടെ മോളെയും ഞാൻ എന്തോ പറഞ്ഞതിനുള്ള കണക്ക് തീർക്കാൻ വന്നതല്ലേ നീ? എന്നെ ഒന്നും ചെയ്യരുത്. സത്യം പറഞ്ഞാ ഞാനൊരു പാവാ. അനക്കേ, നീ എന്തൊക്കെയാ പിച്ചുമ്പേ പറയുന്നേ? നിന്റെ സമനില തെറ്റിയോ? എന്നെ ലോകത്തുനിന്ന് കൊണ്ടുപോകരുത്. എനിക്ക് ഇനി ജീവിക്കണം. പ്ലീസ്, നിന്നെ പോലെ ഒരു പെണ്ണല്ല ഞാനും. ഇല്ല, നിന്റെ ലോകത്തേക്ക് എന്നെ കൊണ്ടുപോകാനുള്ള നിന്റെ ആഗ്രഹം നടക്കില്ല. കൊല്ലൂടി ഞാൻ. കൊല്ലൂ. അയ്യോ, ചേച്ചി, ചേച്ചി, അയ്യോ ചേച്ചിക്ക് എന്താ പറ്റിയേ? നിനക്ക് എന്താ? നീ എന്തൊക്കെയാ ചെയ്തേ? ചേച്ചി, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലൊരു സ്ഥലമല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. വാ ചേച്ചി ഇങ്ങോട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ആ ചാന്ദിനിയുടെ കയ്യിൽ പെടും. പറയില്ല. ഒന്നാമത് ഞാൻ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില. അതിന്റെ ഇടയ്ക്ക് നിന്റെ ഈ നട്ടപ്രാന്ത് കൊണ്ട് വരല്ലേ? ആ ചേച്ചി, ഞാനന്ന് സച്ചേട്ടനെ വിട്ടുപോയിരുന്നെങ്കിൽ സച്ചേട്ടനെ എന്ത് ചെയ്യായിരുന്നു? ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുമായിരുന്നോ? അങ്ങനെ ചോദിച്ചാ അതിപ്പോ കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? താനിങ്ങനെ മുന്നിൽ നിന്ന് ഇഷ്ടം പറയുമ്പോഴും എനിക്കത് നിസ്സാരമായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഞാനത് അംഗീകരിച്ച് തന്റെ ഇഷ്ടം അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എത്ര ഭാഗ്യവാനാണെന്നും നഷ്ടമാക്കിയ നല്ല നല്ല നിമിഷങ്ങളെക്കുറിച്ചും ഞാൻ ബോധ്യവാനായത്. ശരിക്കും താനൊന്ന് പോയിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇരുട്ടിലാവുമായിരുന്നു. ആർക്കും മുഖം കൊടുക്കാതെ ഒരു മുറിയിൽ അടച്ചിരുന്നേനെ. ഇനി താൻ പറയും, തന്റെ അവസ്ഥ എന്താവുമായിരുന്നു? ഇതൊക്കെ തന്നെ. വൃന്ദാവന വീടിന്റെ ഏതെങ്കിലും ഒരു ഇരുട്ടുമുറിയിൽ ഈ ജീവിതം ഞാൻ തള്ളി നീക്കുകയാണ്. അവസാനം അതൊരു ഭ്രാന്തിലേക്കോ മരണത്തിലേക്കോ ചെന്ന് നിൽക്കുമായിരുന്നു. സത്യം, എന്റെ പ്രാർത്ഥനയും ഈശ്വര തീരുമാനവും ഒന്നായിരുന്നു. അതിപ്പോ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോഴും ചിലതെല്ലാം ഞാൻ സച്ചേട്ടനിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട്. അത് ബോധപൂർവം ഞാൻ ചെയ്യുന്നതാ.
എന്നെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതായതുകൊണ്ട്. ഞാനിതെന്താന്ന് ചോദിക്കുന്നുമില്ല, താൻ പറയുകയും വേണ്ട. എല്ലാവരുടെ മനസ്സിലും വേറെ ആരും അറിയാത്ത, അഥവാ പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു സ്പേസ് ഉണ്ടാവും. ഭർത്താവിന്, ഭാര്യയ്ക്ക്, സഹോദരങ്ങൾക്ക്, കാമുകന്, കാമുകിക്ക്, എന്തിന് നമ്മളെ പെറ്റുപോറ്റി വളർത്തുന്ന മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാവാത്തവരിടം. ആ ഒരിടത്താണ് ശരിക്കും നമ്മളെ തിരിച്ചറിയുന്നത്. അത് അവരവർക്കല്ലാതെ എത്ര മനസ്സിലാക്കിയെന്ന് പറഞ്ഞാലും മറ്റാർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സച്ചിദാനന്ദൻ എന്ന പച്ചയായ മനുഷ്യനെ അറിയാവുന്നത് സച്ചിദാനന്ദന് മാത്രമാണ്. അതുപോലെ തന്നെയാണ് അർച്ചനയ്ക്കും. അർച്ചന എന്ന എന്റെ ഭാര്യയുടെ കാര്യത്തിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. അർച്ചന എന്ന സ്ത്രീയുടെ വ്യക്തിത്വത്തെയും തീരുമാനത്തെയും ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യാൻ വരില്ല. ഒരു നിർബന്ധമുള്ളത്, എന്ത് തീരുമാനം എടുത്താലും അത് പ്രവർത്തിച്ചാലും അതിന്റെ അവസാനം തന്റെ തല താഴ്ന്നു നിൽക്കരുത്. തന്റെ തോൽവി അത് ചെറുതായാലും വലുതായാലും തന്നെക്കാൾ ബാധിക്കുന്നത് എന്നെയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായ അർച്ചനയ്ക്ക്? മനസ്സിലായി സച്ചേട്ടാ. എനിക്ക് ശരിയാണെന്ന് തോന്നുന്നതേ ഞാൻ എപ്പോഴും ചെയ്തിട്ടുള്ളൂ. ചിലപ്പോഴൊക്കെ എന്റെ തീരുമാനങ്ങൾ ശരികളും മറ്റുള്ളവർക്ക് വേദനയായി വന്നേക്കാം. എങ്കിലും എല്ലാത്തിന്റെ അവസാനം ഉണ്ടാവുന്ന ദിവസം എല്ലാവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുകയുള്ളൂ അർച്ചന. ഞാൻ കാരണം ഒരിക്കലും സച്ചേന്റെ തല താഴേണ്ട അവസ്ഥ വരില്ല. എന്നിട്ടെന്താ ഇപ്പതാ തന്റെ അടുത്തിരിക്കുന്നു? അതല്ല, ആ കുട്ടി ഇപ്പൊ എവിടെയാ? ആർക്കറിയാം? സന്ദീപെ കളിക്കല്ലേ, പറ, ആ കുട്ടി എവിടെയാ? ഞാൻ പറഞ്ഞത് സത്യ. ആ കുട്ടി ഇപ്പൊ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല. എന്തിനാ നിങ്ങൾ പിരിഞ്ഞത്? അത് വേണ്ട. എല്ലാം അറിഞ്ഞിട്ട് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനല്ലേ? ഇപ്പൊ എന്തിനാ നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നേ? ഇന്ന് രാത്രി മുഴുവൻ സംസാരിച്ച തീരാത്ത കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളപ്പോ. അയ്യേ, ഭർത്താവിന്റെ പഴയ സ്നേഹബന്ധം അറിഞ്ഞ ഉടനെ സംശയിച്ച് അതേ കയറി ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കുന്ന സൈക്കോ ഭാര്യയൊന്നും അല്ല ഞാൻ. അതുകൊണ്ട് മോൻ വേഗം പറഞ്ഞേ, ആ കുട്ടിയെ സന്ദീപ് എന്തിനാ പിരിഞ്ഞത്? പിരിയാ മാത്രം ഞങ്ങൾ പ്രേമത്തിലൊന്നും ആയിരുന്നില്ല. പിന്നെ എനിക്ക് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. മനസ്സിലാണോ? അതുമല്ല. പിന്നെ എന്തോന്ന് മണ്ണാങ്കട്ടയാ? MBA പഠിക്കുമ്പോ കൂടെ പഠിച്ച കുട്ടിയാ. 2 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു. പറയാൻ പേടിയായിരുന്നു. പിന്നെ പറയാന്ന് കരുതി ചെന്നപ്പോ അവൾക്ക് എന്റെ ഫ്രണ്ടുമായിട്ട് റിലേഷനായി. ഈ സമയം വരെ ആ കൊച്ചിനറിയില്ല ഞാൻ അവളെ പ്രേമിച്ച കാര്യം. ബെസ്റ്റ് പ്രേമം. എന്നോടും പറയാൻ മടിയായിരുന്നല്ലോ. അവസാനം ഒന്ന് പൊട്ടിച്ചപ്പോഴല്ലേ എല്ലാം ശരിയായത്. അതുപോലെ അന്ന് ആ കുട്ടി ചെയ്തിരുന്നെങ്കിൽ അന്നേ ചിലപ്പോ എല്ലാം ഓക്കെ ആയേനെ. അപ്പൊ അന്ന് ആ കുട്ടി ചെയ്യാതിരുന്നത് നന്നായില്ലേ? അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ കുട്ടി, ഇവിടുത്തെ അനക്ക കുട്ടി, ഈ കുട്ടി, അവസാനം നറുക്ക് വീണത് ഈ കുട്ടിക്ക്. നമ്മൾ ഒന്നിക്കണമെന്നുള്ളതാ വിധി. അതല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഒന്നിക്കാൻ പറ്റിയത്. ഇനി എന്നാ സന്ദീപേ ഒരു ഭാര്യയും ഭർത്താവുമായി നമുക്ക് ജീവിച്ചു തുടങ്ങാൻ പറ്റുന്നേ? ഇനി എത്ര നാൾ അതിനുവേണ്ടി കാത്തിരിക്കണം? ഇനി താൻ കാത്തിരിക്കണ്ട. ഇന്നു മുതലാ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കാൻ പോകുന്നത്. മനസ്സിലായില്ലേ? ഇന്നാ നമ്മുടെ ആദ്യ രാത്രി എന്ന്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാള് നമ്മൾ രണ്ടിടത്തായിരുന്നില്ലേ? ഇന്നിപ്പോ ഒരിടത്ത്. ചുരുക്കി പറഞ്ഞ മിക്കപ്പോഴും തോന്നുന്നല്ലേ? അതെ, അതാണ് സത്യം. സംസാരിക്കണമൊന്നും ഇല്ലെങ്കിലും ഇതുപോലെ എനിക്കിങ്ങനെ നോക്കിയിരിക്കണം.
ഒന്ന് പോ സന്ദീപ്. തന്നെ ഫോണിങ്ങെടുത്ത്. എന്റെ ഫോണോ? ആ അതെന്തിനാ? അതൊക്കെ പറയാം, ഇങ്ങതാ. ഇതാ. എനിക്ക് മനസ്സിലായി കാര്യം എന്താന്ന്. പൂവാലെന്ന് സേവ് ചെയ്തിരിക്കുന്നത് മാറ്റിയൊന്നും അറിയാൻ വേണ്ടിയല്ലേ? അതെ, ഇപ്പോഴും തന്റെ മനസ്സിൽ എനിക്കൊരു പൂവാല സ്ഥാനമാണോന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. ആ സ്ഥാനമൊക്കെ എന്നേ മാറി. ഉറപ്പാണോ? എന്തു വന്നാലും താൻ പോയില്ലേ? ഇല്ല, മരണത്തോടെ അല്ലാതെ നമ്മളെ പിരിക്കാൻ ആർക്കും കഴിയില്ല സച്ചേട്ട. ഞാൻ അത്രയ്ക്ക് എന്റെ സച്ചേട്ടനെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. എനിക്കിനി ഇയാളില്ലാതെ പറ്റില്ല. എല്ലാവരും അസൂയപ്പെടുന്ന വിധം നമ്മൾ സ്നേഹിക്കണം, ഒരുമിച്ച് ജീവിക്കണം. അതേയുള്ളൂ എന്റെ ആഗ്രഹവും പ്രാർത്ഥനയും. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്നത്. ആ പറഞ്ഞു, എങ്കിലും ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എനിക്കറിയാം എന്താ കാര്യമെന്ന്. എന്റെ പൊന്ന് അനൂപേട്ട, ഞാൻ പറഞ്ഞില്ലേ ഒരു കുഴപ്പമില്ലാന്ന്. അനൂപേട്ടൻ ധൈര്യമായിട്ടിരിക്കേ. ആ ആതിര എവിടെ? ആ അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പൊ നിന്റെ അടുത്തില്ലേ ഇവള്? ടൂർ വന്നിട്ട് ഇങ്ങനെ എപ്പോഴും അവളുടെ പുറകെ നടക്കാൻ പറ്റുമോ? എനിക്ക് നടക്കണം. അവൾ എപ്പോഴും നിന്റെ കൺവട്ടം തന്നെ ഉണ്ടാവണം, മനസ്സിലായോ? ഞാൻ ശ്രദ്ധിച്ചോളാം. അനുപേട്ടൻ ആദ്യം ഈ ആവലാതി ഒന്ന് നിർത്ത്. ആവണി മോളോ? എഴുന്നേറ്റില്ല. എനിക്ക് ഫോൺ വെച്ചേക്ക്. പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ആ പിന്നെ എന്തെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടായിക തോന്നിയാ അപ്പ ആതിരയും മോളെയും വിളിച്ച് ഇന്നെ തിരിച്ചു പോന്നേക്കണം. ആ അതെവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും, കേട്ടോ? ഓ ശരി, എന്നാ ഇനി ഞാൻ ഫോണൊന്ന് വെച്ചോട്ടെ. ഈ അനുപേട്ടന്റെ ഒരു കാര്യം. എന്തൊരു തണുപ്പാ ഇവിടെ.
അതെ, ദീർഘസുമംഗലി ആയിരിക്കാനും ഭർത്താവിനും സ്വന്തക്കാർക്കും ആപത്തൊന്നും വരാതിരിക്കാൻ ശത്രുക്കളിൽ നിന്നും രക്ഷയ്ക്കായി അവിടുന്ന് ഒരു നൂല് ജപിച്ചു തരും. ആ നൂല് കെട്ടിയ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആർക്കും ഒരു കുഴപ്പവും വരില്ല. ഞാൻ അനുഭവസ്ഥയാ. അങ്ങനെ നൂല് ജപിച്ചു തരണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോണം. മറ്റാരെ അറിയിക്കാതെ രഹസ്യമായിട്ട് ചരട് കെട്ടിയ ശത്രുക്കൾ നമ്മുടെ കാൽക്കീഴിൽ വന്ന് കിടക്കും. എന്റെ ശത്രുക്കളിൽ പലരും ഇപ്പൊ പള്ളിയിലെ പാസ്റ്റർമാരാ. അത്രയ്ക്ക് നല്ലവരാവും. സത്യം, പോയാലോ നമുക്ക്? പോകാം. എങ്ങനെയാ പോന്ന? വണ്ടി? എന്തിനു വണ്ടി? ദേ, ഈ പറമ്പൊന്ന് കഴിഞ്ഞ അമ്പലമാ. നടന്നു പോവാന്ന ദൂരേ ഉള്ളൂ. എങ്കിൽ ഞാൻ എന്റെ അനിയത്തിയും കൂടി വിളിക്കാം. എന്തിന്? ഇത് മറ്റാരും അറിയരുതെന്നാ ശാസ്ത്രം. കാര്യം നമുക്ക് അവളോട് പറയണ്ട. ഒറ്റയ്ക്ക് പോയാ സച്ചിൻ എന്നെ വഴക്ക് പറയും. അതാ. അതിനെ നമുക്ക് പുറത്തു നിർത്താം. ശരി, വിളിക്കാം. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അതെ, പോകുന്ന കാര്യം ആരോടും പറയല്ലേ. ഒരു സ്ഥലം വരെയെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞാ മതി. എടാ കെട്ടഴിച്ചുവിടാൻ, അഴിച്ചുവിടാൻ. എടാ എന്റെ കെട്ടഴിച്ചു വിടാൻ. എന്നോട് എന്തിനാ ഈ ക്രൂരത കാണിക്കുന്നേ? എടാ ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ആരാ? ചേട്ടൻ ആരാന്നറിയില്ല, പക്ഷെ ഞാൻ രക്ഷിക്കാൻ നോക്കാം. ഇങ്ങോട്ട് നടക്കാൻ. സച്ചേട്ടാ, സച്ചേട്ടാ. അച്ചു, ആരായിരുന്നു കേട്ടോ അവര്? അച്ചു മോളെ. അറിയില്ല മോളെ. ആൾ താമസം ഇല്ലാത്തൊരു വീട്ടില് ആരോ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരുന്നവര്. ഈ ബഹളത്തിനിടയ്ക്ക് അർച്ചന അയാളെ രക്ഷിച്ചെന്നാ പറയുന്നത്. എങ്കിൽ ഈശ്വര, അതുപോലെ തട്ടിക്കൊണ്ടു പോകാനാണോ അർച്ചന മോൾ അവര് ഓടിച്ചത്? അറിയില്ല ഏട്ടത്തി. എനിക്കെല്ലാം കൂടി ആലോചിക്കുമ്പോ തന്നെ തല ഇറങ്ങുക. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇവിടുന്ന് പോവാം. ആ, എന്തായാലും വേറെ കുഴപ്പങ്ങളൊന്നും പറ്റിയില്ലല്ലോ. ഇനി ഇതിന്റെ പേര് യാത്ര നിർത്തണ്ട. പ്ലാൻ ചെയ്ത പോലെ തന്നെ പോവാം നമുക്ക്. അർച്ചനെ, നീ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ ആള് പിന്നെ എങ്ങോട്ട് പോയി? ബഹളത്തിനിടയ്ക്ക് അയാൾ എങ്ങോട്ട് ഓടിപ്പോയെന്ന് തോന്നുന്നു.
മുഖം ശരിക്കും കാണാൻ പറ്റിയില്ല. തലയിൽ കൂടി തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഒതുക്കി വന്നപ്പോഴേക്കും ആള് പോയി. ഏതോ വലിയ ഗ്യാങ്ങിൽപ്പെട്ട ആരെങ്കിലും ആയിരിക്കും. എന്തായാലും നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ. ഈശ്വരനെ വിളിച്ചതിന് കയ്യും കണക്കും ഇല്ല. ഇനി നമുക്കിവിടെ നിക്കണോ ഏട്ടാ? വേറെ എങ്ങോട്ടേലും പോവാം. എടി, ഇത് നമ്മുടെ വീടാ. അങ്ങനെ ആരെങ്കിലും പേടിച്ച് നമുക്ക് നാട് വിടാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ആളുകൾ എല്ലാ നാട്ടിലും കാണും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അത് ഓർത്തിരുന്ന ട്രിപ്പിന്റെ മൂഡ് കളയണ്ട. അർച്ചന, താൻ പോയി റെസ്റ്റ് എടുക്കും കുറച്ചു നേരം. അല്ല, അവന്തിക എടുത്ത് അനഘ എവിടെ? എന്തുപറ്റി സച്ചി? ഏയ്, ഒന്നുമില്ല എടുത്തി. ഒരു പ്രശ്നം ഉണ്ടായി. അതൊക്കെ ഇപ്പൊ മാറി. എന്നാലും ഞാൻ ആലോചിക്കായിരുന്നു മനുഷ്യരുടെ കാര്യങ്ങളെ. അർച്ചനെ രക്ഷിച്ച ആ മനുഷ്യൻ ഇവിടേക്ക് വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ആ സിന്ധു ചേച്ചി എവിടെ? ഇതുവരെ വന്നില്ല ഏട്ടത്തി. ഇനി അവരും ആ സംഘത്തിൽപ്പെട്ടതാണോ? ഏയ്, സിന്ധു ചേച്ചി എനിക്ക് കുഞ്ഞിലെ അറിയാവുന്നതല്ലേ. പാവം പേടിച്ചു പോയി കാണും. സച്ചി, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ എടുത്തി? നമ്മുടെ സന്ധ്യ ഡോക്ടറില്ലേ? സന്ധ്യ ഡോക്ടർക്ക് എന്ത് പറ്റി? അവരുടെ ഹസ്ബൻഡ് അബ്ദുൾ ഖാദർ. അബ്ദുൾ ഖാദർ? നിങ്ങൾ പാനിക് ആവരുത്. ഏട്ടത്തി കാര്യം പറയും. അബ്ദുൾ ഖാദറിന് എന്ത് പറ്റി? അദ്ദേഹം ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇപ്പോ എന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞതാ. സത്യമാണ് എടുത്തി പറയുന്നേ? ലാസ്റ്റ് ചാൻസാ നിന്റെ. സാധാരണ ഞാൻ പറഞ്ഞുവിടുന്ന ആരെയും തിരികെ എടുപ്പിക്കുന്നതല്ല. പിന്നെ അന്നത്തെ ആ സംഭവത്തിൽ എന്റെ ഭാഗത്തും കുറച്ച് തെറ്റുള്ളോണ്ടാ നിന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത്. തോന്നലല്ല, മേഡത്തിന്റെ ഭാഗത്ത് തന്നെയാണ് മുഴുവൻ തെറ്റും. കുറച്ച് തെറ്റ് എന്റെ ഭാഗത്തും ഉണ്ട്. സത്യം പറയാലോ മാഡം, പൈസ ഉണ്ടാക്കാൻ പല പരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും മണ്ടത്തരം ആദ്യമായിട്ടായിരുന്നു. അത് നീ കാരണം. ഞാൻ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടന്നിരുന്നെങ്കിൽ ആദ്യം ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്നേനെ. അനക്ക് സന്ദീപിന്റെ കൂടെ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. എന്റെ 1-2 എല്ലും പൊട്ടി. അല്ല, അത് ശരിയാവുകയും ചെയ്തു. എനിക്കറിയായിരുന്നു ആ അബ്ദുൾ ഖാദർ ഉടനെ മരിക്കുമെന്ന്. അമ്മാതിരി പ്രാക്കല ഞാൻ ആശുപത്രി കിടന്ന് പ്രാഗിയത്. ഇനി സമാധാനത്തോടെ ഓരോന്നും ചെയ്യാലോ. അങ്ങനെ സമാധാനപ്പെടാൻ വരട്ടെ. അബ്ദുൾ ഖാദർ മാത്രമേ മരിച്ചിട്ടുള്ളൂ. സച്ചിയും സന്ദീപും സന്ധ്യയും ജീവിച്ചിരിപ്പുണ്ട്. നീ സന്ദീപിനോട് കാണിച്ചു വെച്ച് നോക്കുമ്പോ നിന്നെ അവരെവിടെ കണ്ടാലും പഞ്ഞിക്കിടുന്ന ഉറപ്പാ. അതുകൊണ്ട് തൽക്കാലം അവരുടെ മുന്നിൽ ചെന്ന് പെടണ്ട. അത് നോക്കി തന്നെ ഞാൻ നടക്കുന്നത്. അതോടെ എന്താ നമ്മുടെ അടുത്ത പരിപാടി? എന്റെ ആതിരുടെയും കല്യാണം തന്നെയാണ്. ഇനി ആ പേരും പറഞ്ഞ് തൽക്കാലം വൃന്ദാവനം വീടിന്റെ മുറ്റത്ത് ചെല്ലാൻ പറ്റില്ല. അങ്ങനെയല്ലായിരുന്നോ നിന്റെ അച്ഛന്റെ അമ്മയുടെ അമ്മാവന്റെ ഒക്കെ ഷോ? പക്ഷേ നമ്മളത് നടത്തിയെടുക്കും. രണ്ടാമത് അല്ലപ്പോ ആദ്യം പഴയ ആദ്യം തന്നെ സന്ദീപിന്റെ അനഘയുടെ വിവാഹം. അതിനെ അർച്ചന മരിച്ച അവര് ജീവനോടുള്ളപ്പോ ആദ്യം പറഞ്ഞത് നടക്കില്ല, പിന്നെ രണ്ടാമത് പറഞ്ഞത് അതും നടക്കില്ല. നീ എന്നെ കളിയാക്കിയതാണെങ്കിലും പറഞ്ഞത് ശരിയാ. ഏതൊരു രാജാവിനും യുദ്ധം ജയിക്കണമെങ്കിൽ ആ രാജാവിന്റെ മുന്നിൽ ബുദ്ധിയുള്ള ശക്തരായ പടകൾ വേണം. ആ പടകളാണ് രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ പൊരുതുന്നത്. ഇവിടെ അർച്ചനയുടെ മുന്നിൽ 2 പോരാളികൾ ഉണ്ടായിരുന്നു, ഡോക്ടർ അബ്ദുൾ ഖാദറും ഡോക്ടർ സന്ധ്യയും. എല്ലാ ആപത്തിൽ നിന്നും അർച്ചനെ രക്ഷിച്ചു പോന്നവർ. എന്നാൽ ഇപ്പോ അവരാരും മുന്നിലില്ല. ഒരാൾ മരിച്ചു, ഒരാൾ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിലാണ്. അവള് തനിച്ച. പടകളെ നഷ്ടപ്പെട്ട രാജാവിനെ പോലെ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ വെപ്രാളം നിറഞ്ഞ അവസ്ഥ. ആ അവസ്ഥയിൽ ശക്തനായ പോരാളി എന്തു ചെയ്യും?
എന്ത് ചെയ്യണം? ആ തല വെട്ടിക്കളയണം. ആ, അതല്ലേ മേഡം ശരി. അതാണ് ശരി.